ആദ്യത്തെ 6 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും മുടി കംപ്ലീറ്റ് പോയി. മുന്നോട്ട് പോകുന്തോറും മീശയും താടിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇളകി വരാൻ തുടങ്ങി. ബോഡിയിലെയും എല്ലാം ഇളകുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് ഒരു ദിവസം 6 ലിറ്ററും 5 ലിറ്ററിൽ കൂടുതൽ എങ്ങനെയാലും ഞാൻ കുടിക്കുമായിരുന്നു. ഫുഡ് ഞാൻ കഴിക്കുമായിരുന്നു. അവസാനമൊക്കെ നമ്മൾക്ക് കെമിക്കൽ കുടിക്കുന്നതിനും കെമിക്കൽ തിന്നുന്നതിനും എന്റെ സെയിം ക്യാൻസറിലുള്ളവരൊന്നും ഞാൻ രക്ഷപ്പെട്ട് കണ്ടിട്ടേ ഇല്ല. ലിംഫോമ ഒക്കെ വന്നിട്ട്. പക്ഷെ അത് കഴിഞ്ഞ് അടുത്ത സൈക്കിൾ ആയപ്പോഴത്തേക്കും എനിക്ക് ന്യൂമോണിയ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നു. ഉള്ളതിൽ ഏറ്റവും ചീത്ത സാധനം വന്നു. കേരളത്തിലുള്ളവർക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. സഹായിക്കാനുള്ള മാനസികാവസ്ഥയുള്ള ആൾക്കാരുണ്ട്. മൂക്കിന്നും വായിന്നും ഒക്കെ നിറച്ച് ബ്ലഡ് വന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ഡോക്ടറിന് ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പൊ അവർ പറഞ്ഞു ഇതുപോലെ ഈ ജോലി വിട്, നമുക്ക് നമ്മുടെ ഹെൽത്ത് ആണല്ലോ പ്രധാനം. ഇപ്പൊ എന്നെ കൊണ്ടുള്ള ആവശ്യം സൈറ്റിലായിരുന്നു. അവിടിപ്പോ ഓപ്പർച്യൂണിറ്റി എനിക്ക് പറ്റുന്നില്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നൊരു ലെവലിലെത്തി. സർജറിക്ക് ശേഷമാണ് ഈ സൗണ്ട് എന്നെ അവിടെ കൊണ്ടാക്കിയാൽ മതി എന്ന് ഞാൻ വീട്ടിലും പറഞ്ഞിട്ടുണ്ട്. അവര് നോക്കിക്കോണം. എന്ത് മനുഷ്യനാണോ താങ്കൾ? എന്തെങ്കിലും ഒരു ജോബ് നമുക്ക് വേണ്ടിയിട്ട് ഞാൻ പലയിടത്തും അപ്ലൈ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു സെയിം ഫീൽഡിലേക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ ജിയോളജിസ്റ്റ് ആയതുകൊണ്ട് ക്യാൻസർ നിങ്ങളുടെ മുന്നിൽ തോറ്റുപോയതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഈ ഒരു ഹെൽത്ത് കണ്ടീഷൻ കൊണ്ട് മാത്രമാണ് എനിക്ക് അതിനകത്ത് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് നല്ലൊരു സാലറി, നല്ലൊരു പാക്കേജിൽ ഞാൻ പോയാണ്. അപ്പം ഞാൻ പറഞ്ഞ എനിക്ക് കേരളത്തിലായാലും ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടായാലും എനിക്കൊരു ജോബ് തരുവാണെങ്കിൽ ഞാനതൊരു വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഹായ്, ഹലോ, നമസ്കാരം. എന്ത് കാര്യമാണെങ്കിലും അത് സർവൈവ് ചെയ്യുക എന്നുള്ളത് ഈസി കാര്യമല്ല. ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികളാണെങ്കിലും സർവൈവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പലപ്പോഴും പല പ്രശ്നങ്ങളിലേക്ക് ചാടുന്നത്. അതാണ് നമ്മൾ എന്നും ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് എൻ്റെ കൂടെ വലിയൊരു കാര്യം സർവൈവ് ചെയ്തിട്ട് നമ്മളോട് വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് അരുൺ എന്ന യുവാവ് നമ്മളൊപ്പം ഉണ്ട്. അരുൺ ക്യാൻസർ സർവൈവറാണ്. അരുൺ, നമസ്കാരം. നമസ്കാരം. ഓക്കെ, എനിക്ക് ഈ ചിരി കാണുമ്പോഴല്ലോ ഭയങ്കര ഒരു ഓവറായ പോസിറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. എങ്ങനെ ചിരിക്കാൻ പറ്റുന്ന ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നാണ് ആദ്യം ചോദിക്കുന്നത്. ചിരിക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, ചിരി നമ്മളുടെ ആയുസ് വർദ്ധിപ്പിക്കും. പിന്നെ അറിഞ്ഞുകൊണ്ടല്ല ചിരി വരുന്നതാണ്. ഇപ്പോഴും ചിരിച്ചിരിക്കുക, എൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ്. ഏത് സിറ്റുവേഷനിലും ചിരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ പ്രസൻറ്റിൽ ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കാറില്ല. ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കും, വർക്ക് ചെയ്യും അതിന് വേണ്ടിയിട്ട്. പിന്നെ ഞാനൊരു പറഞ്ഞ പോലെ തന്നെ ഞാനൊരു ക്യാൻസർ സർവൈവറാണ്. ഞാൻ സ്റ്റേജ് 4+ ക്യാൻസർ ആയിരുന്നു സർവൈവ് ചെയ്തത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ, ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്തൊക്കെ എൻ്റെ ഒരു ചിന്ത, ഇത്രയും നാൾ ഞാൻ നന്നായിട്ട് ജീവിച്ചു, ഇപ്പം ഉള്ള സമയത്ത് നന്നായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുക, മുന്നോട്ട് പോവുക, അങ്ങനൊരു ചിന്ത മാത്രമേ എനിക്ക് മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയൊക്കെയാണ്, ഹാപ്പി ആയിട്ടിരിക്കുക, അത്ര. എനിക്ക് തോന്നുന്നു ഇതൊരു വാല്യുബിൾ വേർഡാണ്. പ്രസന്റ് എന്താണ് അതിൽ എൻജോയ് ചെയ്യുക. പലരും ഫ്യൂച്ചറിനെ പറ്റിയും ആലോചിച്ച് വറീഡായിട്ട് യാതൊരു കാര്യമില്ല. ഉള്ള സമയത്ത് പിന്നെ നമുക്ക് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. അത് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഉള്ള സമയത്ത് സന്തോഷവും സമാധാനമായിട്ട് പോവുക, എങ്കിലേ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകൂ. ഞാനൊരു ക്യാൻസർ ഈ ഒരു സ്റ്റേജ് 4 സത്യത്തിൽ സർവൈവ് ചെയ്ത് വരേണ്ട ഒരു കേസേ അല്ല. അപ്പം അത്രയും എൻ്റെ ഒരു മാനസികമായിട്ടുള്ള എൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ മുന്നോട്ട് വന്നത്. കാരണം ട്രീറ്റ്മെൻറ്റ് സമയത്ത് പല സമയത്ത് നമ്മൾ പോകാം എന്നുള്ളൊരു സിറ്റുവേഷനിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ സമയത്തും ഞാൻ മാനസികമായിട്ട് അത്രയും നന്നായിട്ടുണ്ടായിട്ടുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ശരിക്കും എപ്പോഴാണ് ഡയഗ്നോസ് ചെയ്തത്? 4th സ്റ്റേജിലാണോ ശരിക്കും അറിയുന്നത്? അതെ. ആദ്യമേ ഒന്നും അറിഞ്ഞില്ല. ഇപ്പം നമുക്ക് എന്താ പറയുക, എനിക്ക് ഗ്യാസ് ട്രബിളിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. കുറേ നാളായിട്ട് ഇങ്ങനെ ഗ്യാസ് കയറുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് കഴിച്ച ഫുഡിൻ്റെ എന്തെങ്കിലും ആയിരിക്കും, അതുകൊണ്ടുള്ള ഗ്യാസ് ട്രബിൾ ആയിരിക്കും, വേറെ പ്രത്യേകിച്ചൊന്നും അറിയുന്നില്ല. അപ്പം അങ്ങനെ കുറേ നാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് ഇവിടെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ 8 years ആയിട്ട് ബീച്ചസ് ആൻഡ് മിനറൽസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ചവറ, കരുനാഗപ്പള്ളി ഈ ഒക്കെ ഏരിയയിലുള്ളവർക്ക് ലിംഫോമ എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഓഫ് ക്യാൻസർ ആണ്. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഈ ഒരു റേഡിയേഷൻ ആണ്. അപ്പം ഞാൻ ആ ഒരു ഫീൽഡിൽ 8 years ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എപ്പോഴും മിനറലുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരിക്കലും അതുകൊണ്ട് മാത്രമല്ല, പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഏരിയയിൽ വർഷങ്ങളായിട്ട് താമസിക്കുന്നവരുണ്ട്, കമ്പനി വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ചിലർക്കുള്ളൊരു ബോഡി ഹാബിറ്റ് പല റീസൺ കൊണ്ട് എനിക്കിത് കിട്ടി.
അപ്പം എനിക്ക് അതിനകത്ത് ഒരു റയർ ടൈപ്പ് ഗ്രേ സോൺ ലിംഫോമ എന്ന് പറഞ്ഞൊരു ക്യാൻസർ ആയിരുന്നു എനിക്ക് വന്നത്. ഒരേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതും അതേപോലെ തന്നെ പരിസരത്തുള്ള ആളുകൾക്കും ക്യാൻസർ എന്ന രോഗം ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് പിന്നീട് ഇന്ന കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായി, പിന്നെ എന്തിനാണ് പിന്നെയും ഇപ്പൊ ആ സ്ഥാപനം നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. സ്ഥാപനമൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഒരു മിനറൽ റേഡിയേഷൻ, ആ ഒരു റേഡിയോ ആക്റ്റീവ് മിനറൽസിൽ വർക്ക് ചെയ്യുന്നവർ അതിന്റെ സേഫ്റ്റി കാര്യങ്ങൾ നോക്കി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു ഏരിയയിൽ മൊത്തം നമുക്ക് ബീച്ച് സാധനമുള്ള ഏരിയയിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർക്കും താമസിക്കാൻ പറ്റില്ല, അവർക്ക് ജീവിച്ചല്ലേ പറ്റൂ. നമ്മുടെ സ്ഥലം അതാണ്. റേഡിയേഷൻ മൂലം ചിലർക്ക് മാത്രമേ ക്യാൻസർ വരുന്നുള്ളൂ, നമുക്കൊന്നും ലൈഫ് സ്റ്റൈൽ കൊണ്ടിട്ട് അങ്ങനെ ആയി പോകുന്നതാണ്. ഇപ്പൊ എന്റെ കേസ് തന്നെ പറയാം, ഞാൻ ജിയോളജിസ്റ്റ് ആണ്, നമ്മൾ മണ്ണുമായിട്ട് കൂടുതൽ അടുത്ത് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ 40 വർഷമായിട്ട് 42 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്കൊരു പ്രശ്നമില്ല. അപ്പൊ എൻ്റെ ഒരു ഹാബിറ്റും കാര്യങ്ങളും കൊണ്ടിട്ട് എനിക്കത് ഉണ്ടായി. അപ്പൊ ഞാന് ആ സമയത്തൊന്നും ഈ പറഞ്ഞ ഗ്യാസ് ട്രബിളും കാര്യങ്ങളും മാത്രമാണ്, ഒന്നും അറിയുന്നില്ല. അപ്പൊ അതിനുശേഷം എനിക്കൊരു ഇന്റർനാഷണൽ കമ്പനിയിൽ ജോബ് കിട്ടി. അപ്പൊ എനിക്കതെന്ന് വെച്ചാൽ ഫുള്ള് ട്രാവലാണ്. അപ്പം ഇന്ന് എന്ന് വെച്ചാൽ പെട്ടെന്ന് ക്വിക്കായിട്ട് ഓരോ ദിവസം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗുജറാത്തേക്ക് നാളെ ഡൽഹി, അപ്പം ഫ്ലൈറ്റ് ട്രിപ്സും കാര്യങ്ങളും എപ്പോഴും ട്രാവലാണ്. അപ്പം ആ സമയമായപ്പോഴത്തേനും എനിക്ക് ചെറിയ പെയിനും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് ബോഡിയിൽ ചെറിയ റാഷസ് പോലെ ചുമന്ന് മുതുകത്തൊക്കെ അങ്ങനെ വരുന്നുണ്ട്. അപ്പം അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ചിലപ്പോൾ നല്ല ആഹാരം കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രോട്ടീൻ അതിൻ്റെയൊക്കെ കൂടുതലുണ്ട്, അങ്ങനെ കൊഴുപ്പിൻ്റെ വല്ല പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് അതും വിട്ടു. അവസാനമായപ്പോൾ ഈ ട്രിപ്പ് ഒരുപാടായപ്പോഴത്തേനും ട്രാവൽ കൂടുമ്പോഴത്തേനും എനിക്ക് ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഒരു കുളിരും പനിയും വരുന്നുണ്ട്. പക്ഷേ പകൽ എനിക്ക് ഒരു കുഴപ്പമില്ല. പകൽ ഞാൻ ഫീൽഡിനൊക്കെ പോകും, തിരിച്ച് റൂമിൽ വരുമ്പോൾ എനിക്ക് ഭയങ്കര കുളിരും പനിയും. അങ്ങനെ മുന്നോട്ട് പോയി. എനിക്ക് അവസാനം ഭയങ്കര ഭയങ്കര ക്ഷീണവും. പിന്നെ ഞാൻ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ എൻ്റെ മുഖമൊക്കെ നന്നായിട്ട് മെലിഞ്ഞ് ആകെ ഒരു ഇതായി, എൻ്റെ വെയിറ്റും ലോസ് ഉണ്ടാവുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും ലീവ് എടുത്ത് വീട്ടിൽ വരാമെന്ന് വെച്ചു. അങ്ങനെ ലീവ് എടുത്ത് വീട്ടിൽ വന്നൊരു 1 മാസം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായിട്ട് ചെസ്റ്റ് പെയിൻ വന്നു. അപ്പം ആ സമയത്തും ആ സമയത്ത് ഒരു 12 മണിക്ക് രാത്രി ഇവിടുന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുപോയതാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പം എക്സ്റേ എടുത്തു. എക്സ്റേ മാത്രമേ എടുത്തോളൂ. അപ്പം അവരെടുത്തപ്പോൾ എക്സ്റേയിൽ എന്തോ പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് കൊറോണ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. വന്നിട്ടുണ്ടായിരിക്കാം, പക്ഷേ ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞിട്ടില്ല. ഞാൻ ചെക്ക് ചെയ്ത 15 പ്രാവശ്യം എനിക്ക് കൊറോണയൊന്നും വന്നിട്ടില്ല. പല കേസും കൊണ്ട് ചെക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, പക്ഷെ അപ്പോഴൊന്നും എനിക്ക് പോസിറ്റീവ് അല്ല. പക്ഷെ ഒരു പ്രാവശ്യം എനിക്ക് പോസിറ്റീവ് ആയിട്ടുണ്ടാവണം. പക്ഷെ ആ സമയത്ത് ലോക്ക്ഡൗൺ ഡ്യൂട്ടിക്ക് കയറണം എന്നുള്ള നിർബന്ധമായിരുന്നു. എനിക്ക് കമ്പനിയിൽ നിന്ന് ഡോക്ടർ ആൻഡ് ആൻറ്റിബയോട്ടിക്സ് തന്ന് ഞാൻ ഡ്യൂട്ടിക്ക് കയറിയ ഒരു ടൈമാണ്. അപ്പോൾ ആ ഒരു ഡ്യൂട്ടി കയറി എനിക്ക് ഇവിടെ വീട്ടിൽ വന്ന് ഈ ഒരു എക്സ്റേ കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെയൊക്കെ ഡോക്ടർ പറഞ്ഞു, അടുത്ത ദിവസം കൊണ്ടുവന്ന് കാണിക്കാൻ പറഞ്ഞു. പക്ഷെ മരുന്ന് ആ സമയത്ത് താൽക്കാലികമായിട്ട് കിട്ടി, എനിക്ക് കുഴപ്പമില്ല, അടുത്ത ദിവസം വേണ്ടിയിട്ടിപ്പം പ്രശ്നമൊന്നും തോന്നില്ല. അങ്ങനെ വീണ്ടും മുന്നോട്ട് 1 മാസം പോയി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഭയങ്കരമായിട്ട് പെയിൻ വന്നു. അപ്പോഴത്തേനും ഹോസ്പിറ്റലിൽ ഞാൻ ഒറ്റയ്ക്കാണ് ബസ്സിൽ പോയിട്ട് നെക്സ്റ്റ് ഡേ എക്സ്റേ എടുത്തു, സ്കാനിങ് ഒക്കെ ചെയ്തു. അപ്പം CT സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ CT സ്കാൻ ചെയ്തപ്പം എനിക്കിങ്ങനെ ചെസ്റ്റിൽ എൻ്റെ തൈമസിൽ സ്റ്റാർട്ട് ചെയ്ത് ചെസ്റ്റിലേക്ക് എനിക്കൊരു ട്യൂമർ. ആ സമയത്ത് അവർ പറഞ്ഞത് തൈമോമ എന്ന് പറഞ്ഞ വേറൊരു ക്യാൻസർ ആണ് ഇതെന്നാണ് ആ CTയുടെ റിപ്പോർട്ടിൽ പറഞ്ഞത്. ക്യാൻസർ എന്നല്ല, ഒരു ട്യൂമർ ഉണ്ടെന്ന്. ആ ഒരു ട്യൂമർ എന്തായാലും ക്യാൻസർ ആണെന്നുള്ളത് ഡോക്ടർ അറിയാം, പക്ഷെ എനിക്കും അറിയത്തില്ല. ഞാനും ഓക്കെ ഒരു ട്യൂമർ ഉണ്ട്, ഒരു മുഴയുണ്ട്, അത് റിമൂവ് ചെയ്യണം അടുത്ത്. അപ്പം എൻ്റെ അടുത്ത് വീട്ടിൽ പൊയ്ക്കോളോ, റിപ്പോർട്ട് കണ്ട് വീട്ടിൽ പൊയ്ക്കോ, എൻ്റെ കസിനൊപ്പം അവിടെ ഡോക്ടറായിട്ടുണ്ട്, അപ്പം ഇൻഫോം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തന്നെ എൻ്റെ വൈകിട്ട് എൻ്റെ കസിൻ വിളിച്ച് പറഞ്ഞു, നിൻ്റെ ട്യൂമറാണ്, ഇത് റിമൂവ് ചെയ്യണം, സർജറി ചെയ്യണം. അപ്പം ട്രിവാൻഡ്രത്ത് ചേട്ടൻ്റെ തന്നെ ഫ്രണ്ടാണ്, കാർഡിയോ തൊറാസിക് സർജൻ ഡോക്ടർ അരവിന്ദ് രാമനാണ്. അപ്പോൾ ചേട്ടൻ പോയി കണ്ട് പെട്ടെന്ന് തന്നെ ഡോക്ടർ എല്ലാം സർജറിക്ക് വിത്തിൻ 3 days തന്നെ സർജറി എല്ലാം നടന്നു. അപ്പോൾ ആ സമയത്തും സർജറിക്ക് കഴിയുമ്പോഴും എനിക്കൊരു പേടിയൊന്നുമില്ല. ഞാൻ നോക്കിയിരുന്നു, അപ്പം ഈ ഒരു സർജറി 10 to 12 hours അത്രയൊക്കെ പോകുന്നൊരു സർജറി ആണെന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം എനിക്കൊരു പേടിയില്ലായിരുന്നു. ഞാൻ വളരെ കൂളായിട്ട് സർജറി റൂമിലൊക്കെ പോയി എല്ലാം. എൻ്റെ സർജറി 9.5 മണിക്കൂർ എങ്ങാണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അതിനുശേഷം ഞാൻ 2 days വെന്റിലേഷനിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് 10-12 ദിവസം ICUലായിരുന്നു. എന്നിട്ട് നേരെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം അതിനുശേഷം എനിക്ക് 3 മാസം റെസ്റ്റാണ്. അപ്പം എൻ്റെ ഒരു ധാരണ തീർന്നു, ഈ ട്യൂമറൊക്കെ റിമൂവ് ചെയ്തു, ഇനി ഞാൻ അടുത്തൊരു ജോബിന് പോവുകയാണ്, 3 മാസം റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ എന്നൊക്കെയുള്ളൊരിതാണ്. അപ്പം അങ്ങനെ ഒരു ഇതിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പം അതിനുശേഷം ബയോപ്സിയുടെ റിസൾട്ട് വന്നു. അപ്പം മെഡിക്കൽ കോളേജിലാണ് എനിക്ക് സർജറി ചെയ്തത്. അപ്പം ആ ഒരു ഇതിൽ തന്നെ ഭയങ്കര ഒരു ഇതുണ്ട്. മെഡിക്കൽ കോളേജിലെ ബയോപ്സി റിസൾട്ട് എൻ്റെ ക്യാൻസർ തൈമോമ എന്ന് പറഞ്ഞൊരു ക്യാൻസർ എന്നാണ് അവർ പറഞ്ഞത്. ആ ഒരു ക്യാൻസറിന് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ
പോയേനെ, കാരണം എൻ്റെ ക്യാൻസർ അതല്ല. ഓ അപ്പം ഞങ്ങൾ എന്തായാലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് RCC റീജിയണൽ ക്യാൻസർ സെൻറ്റർ തിരുവനന്തപുരത്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പം അവർ ഈ റിസൾട്ട് അക്സെപ്റ്റ് ചെയ്യത്തില്ല, അവർക്ക് ഈ സെയിം സാമ്പിൾ അവിടെ കൊടുക്കണം. അല്ല ആ സമയത്തും മോഴ റിമൂവ് ചെയ്തു എന്നുള്ളത് വരെ പറഞ്ഞു. അല്ല അത്രേ അറിഞ്ഞുള്ളൂ. ബയോപ്സി റിസൾട്ട് വന്നപ്പോഴാണ് നിന്റെ ക്യാൻസർ ആണ്, നിനക്കിനി ഈ തൈമോമ എന്ന് പറഞ്ഞ ക്യാൻസർ ആണ്, നിനക്ക് റേഡിയേഷൻ ചെയ്യണം, ആഴ്ചയിൽ ഒരു റേഡിയേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞു വിട്ടു. അപ്പൊ ആ ഒരു ക്യാൻസറിന് അത്രേ ഉള്ളൂ ട്രീറ്റ്മെന്റ്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ RCCയിൽ ചെന്നു, നമ്മൾ മെഡിക്കൽ കോളേജിൽ ചെയ്യുന്നില്ല, RCCയിൽ ചെയ്യുവാണെന്ന് വെച്ച് RCC ചെന്നപ്പോൾ അവർക്ക് സാമ്പിൾ എല്ലാം വേണം. അവർ അവിടെ ഒന്നും കൂടി ബയോപ്സി ചെയ്തതിനു ശേഷമേ നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അവിടെ ബയോപ്സി ചെയ്തപ്പോഴത്തേന് അതൊരു ചെറിയ കാര്യമല്ല, ഞാൻ ഇപ്പോഴും എങ്ങും പറയാത്ത പോലെയാണ്. അവരുടെ ഒരു മിസ്റ്റേക്കാണ്. ഇപ്പം മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്തിൽ നിന്ന് ആ ഒരു ക്യാൻസർ തൈമോമ എന്ന് പറഞ്ഞൊരു സാധനത്തിന് ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നില്ല, എങ്ങനെ ഞാൻ ക്യൂർ ആവുന്ന പോലും എനിക്കറിയത്തില്ല. അതൊക്കെ പിന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ RCC ചെന്നപ്പോൾ ആ ക്യാൻസർ ഗ്രേ സോൺ ലിംഫോമ, പേരേ മാറി, ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാൻസർ, അതിന്റെ ട്രീറ്റ്മെന്റേ മാറി. ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു ഗുരുതര. അതെ ആ ടൈമിൽ അവർ എന്താണ് എൻ്റെ ഒരു CT റിപ്പോർട്ടിൽ ഇന്നതായിരിക്കാം തൈമോമ, ഇൻവാസീവ് തൈമോമ ആയിരിക്കാം എന്നുള്ളൊരു അനാലിസിസ് ആണ് CTയിൽ, കാരണം അവർക്ക് ബയോപ്സി ചെയ്യുന്നല്ലോ. അതിനുശേഷം മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഒരു സാധനം ബയോപ്സി ചെയ്തിട്ട് തൈമോമ എന്നാണ് റിസൾട്ട് തന്നേക്കുന്നത്. RCCയിലെ ബയോപ്സിയിൽ അത് ഗ്രേ സോൺ ലിംഫോമ എന്ന് പറഞ്ഞൊരു ക്യാൻസർ ആയി. അല്ല ഞാൻ ചോദിക്കുന്നത് ശരിയാണോ എന്നറിയില്ല, എങ്കിലും ചോദിച്ചോട്ടെ, എനിക്ക് അറിയാൻ പാടില്ലാട്ടോ ചോദിക്കാം. ഈ രണ്ടും പേരുകൾ വ്യത്യാസമുള്ളൂ. ക്യാൻസർ എന്നൊരു രോഗമാണത്. ഈ ആൾക്കാർക്കൊരു ഭയങ്കര മൂഢമായ ഒരു ചിന്തയാണ്. എല്ലാരും ക്യാൻസർ സർവൈവ് ചെയ്യും, അല്ലെങ്കിൽ ക്യാൻസർ വന്നോ. ക്യാൻസർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ടേം ആണ്. ക്യാൻസർ പലർക്കും പലതാണ്. എത്ര ടൈപ്പ് ഓഫ് ക്യാൻസർ ആണെന്ന് പറയും. ഈ ബ്ലഡ് ക്യാൻസർ തന്നെ ബ്ലഡ് ക്യാൻസർ ആണോ? ബ്ലഡ് ക്യാൻസർ തന്നെ 12 ടൈപ്പ് ഉണ്ട്. അത് ഓരോ ഏരിയയിലാണ്, നമ്മളുടെ ഓരോ ഭാഗത്തിന് ഓരോ അവയവങ്ങളെ ബാധിച്ചതിനനുസരിച്ചിരിക്കും, ഓരോ സ്റ്റേജിനനുസരിച്ചിരിക്കും, ഒരുപാട് ഫാക്ടർ ഉണ്ട്. ഇപ്പൊ എനിക്കിപ്പം തൈമോമ എന്ന് പറഞ്ഞൊരു ക്യാൻസർ തന്നെ പറയാം. ഇപ്പൊ ലങ്സില് ലങ് ക്യാൻസർ ആണോ? ലങ് ക്യാൻസർ വന്നാൽ തീർന്നു. അങ്ങനല്ല, ലങ്ങില് വന്നേക്കുന്ന ക്യാൻസർ എന്താണ്? ലങ്ങില് തൈമോമ വരാം, ലിംഫോമ വരാം, മൈലോമ വരാം, അങ്ങനെ പലതരം ക്യാൻസർ ഉണ്ട്. അപ്പോൾ ഓരോ ക്യാൻസറിനും ഓരോ പേരുണ്ട്, ഓരോ ക്യാൻസറിനും ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഏജ് ഒരു ഫാക്ടറാണ്, സ്റ്റേജ് ഒരു ഫാക്ടറാണ്. അപ്പം ലങ് ക്യാൻസർ വരുന്നതിലല്ല, അതിൽ നമ്മൾ ഓരോ ക്യാൻസറിനുള്ള മെഡിസിൻ ട്രീറ്റ്മെന്റ് പല കാര്യങ്ങളുണ്ട് അതിനകത്ത്. അപ്പോഴ് അതാണ് അത് ക്യാൻസർ ആണല്ലോ. ഇപ്പം തൈമോമയാലും ലിംഫോമയാലും ക്യാൻസർ ആണല്ലോ. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ്, ഇപ്പൊ എല്ലാവരും പറയും ക്യാൻസറിന് മെഡിസിൻ കണ്ടുപിടിച്ചിരിക്കും. എന്ത് ക്യാൻസറിന് ആര് മെഡിസിൻ കണ്ടുപിടിച്ചു? എനിക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പം സത്യത്തിലൊരു വെഡിത്തമായിട്ടാണ് തോന്നുന്നത്. ഏത് ക്യാൻസറിനാണ് മെഡിസിൻ? എല്ലാ ക്യാൻസറിനും ചില ക്യാൻസറിന് മെഡിസിൻ ഉണ്ട്, ചിലതിന് പല പുതിയ രീതിയിൽ അവർ മെഡിസിൻ കൊടുത്ത് ക്യൂർ ആക്കുന്നുണ്ട്. അല്ലാതെ ഏത് ക്യാൻസറിനാണ് ആരും മെഡിസിൻ കണ്ടുപിടിച്ചെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു പൊട്ടത്തരമായിട്ടാണെന്ന് തോന്നുന്നത്. പലരും അത് കേട്ടു, ക്യാൻസറിന് അവിടെ മരുന്നുണ്ട്, ഇവിടെ മരുന്നുണ്ട്. അങ്ങനല്ല, നമ്മൾക്ക് ഓരോ പലതരം ക്യാൻസർ ഉണ്ട്, ഓരോ ക്യാൻസറിനും ഓരോ തരം ട്രീറ്റ്മെന്റ് ആണ്. ഇപ്പൊ എൻ്റെ ഒരു കേസ് തന്നെ പറയണം. ഇപ്പൊ എൻ്റെ ക്യാൻസർ ലങ്ങിലായിരുന്നല്ലോ, എൻ്റെ മിഡിയാസ്റ്റിനൽ ലോബ്സ്, എൻ്റെ തൈമസ്, എൻ്റെ ലങ്ങിലൊക്കെ ആയിരുന്നു എൻ്റെ ക്യാൻസർ. അപ്പം ഈ ഒരു തൈമോമ എന്നുള്ള ക്യാൻസർ ആയിരുന്നെങ്കിൽ എനിക്ക് റേഡിയേഷൻ ആയിരുന്നു എൻ്റെ ട്രീറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ എൻ്റെ ക്യാൻസർ ഗ്രേ സോൺ ലിംഫോമയാണ്. അപ്പൊ എൻ്റെ ട്രീറ്റ്മെന്റ് എനിക്ക് 6 സൈക്കിൾ 36 കീമോതെറാപ്പിയാണ്, എനിക്ക് റേഡിയേഷൻ ഇല്ലായിരുന്നു. അപ്പൊ ആദ്യത്തെ ക്യാൻസർ ആണെങ്കിൽ എനിക്ക് റേഡിയേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ പ്രൊസീജിയറിൽ. ആ റേഡിയേഷൻ ചെയ്യുമ്പോൾ ശരീരത്തിന് ഇത്ര വെയിറ്റ് വേണം, അതിനുള്ള കപ്പാസിറ്റി വേണം എന്നൊക്കെയുള്ള കുറെ സാധനങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെ നമ്മൾക്ക് ആ സമയത്ത് നമ്മുടെ ബോഡി ഓക്കെ ആണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യും, അത്ര തന്നെ. പിന്നെ നമുക്ക് ക്യൂർ ആണല്ലോ, ശരീരത്തിന് ഇത്ര വെയിറ്റ് നോക്കിക്കൊണ്ടോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. നമ്മൾ ആ സമയത്ത് വില്ലിങ് ആണ്, നമ്മളുടെ കൗണ്ടൊക്കെ ഒരു വിധം ഓക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യും. ഈ പറയുന്ന HB, WBC, പ്ലേറ്റ്ലെറ്റ്, ഈ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതാണ് നമുക്ക് ബ്ലഡ് ടെസ്റ്റിൽ മെയിനായിട്ട് നോക്കുന്ന 3 സാധനം. ഇതൊക്കെ ഏകദേശം ഉണ്ട്, നമ്മൾ ഹെൽത്ത് ഒരു വിധം ഓക്കെ ആണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, മെഡിക്കൽ ട്രീറ്റ്മെന്റിനൊപ്പം വേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ മനോധൈര്യം, നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട്, നമ്മുടെ സുഹൃത്തുക്കളുടെ സപ്പോർട്ട്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ കൂടെ നിന്ന വ്യക്തി ആരായിരിക്കും? അങ്ങനെ ചോദിച്ചാൽ ഉറപ്പായിട്ടും ആ സമയത്ത് വീട്ടിലുള്ളവർ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ബൈസ്റ്റാൻഡേഴ്സിനെ നമ്മൾ ഓൺലൈൻ അല്ല, നമ്മൾ ഹോം നഴ്സ് എന്നുള്ള രീതിയിൽ അങ്ങനെ അവരാണ് വന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതെല്ലാം അവരായിരുന്നു. പിന്നെ ഈവനിങ് തിരുവനന്തപുരത്തുള്ള ആൻറ്റിയൊക്കെ വന്ന് വരുമായിരുന്നു. പിന്നെ വീട്ടിലുള്ളവർ, എൻ്റെ കൊല്ലത്തുള്ള ആൻറ്റിയും വീട്ടിലുള്ള ആൻറ്റി എല്ലാവരും ഹോസ്പിറ്റലിൽ വരുമായിരുന്നു.
പിന്നെ ഹോസ്പിറ്റലിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ആ ഒരു സമയത്ത് പല മൂഡാണ്, നമുക്ക് ഭയങ്കര ദേഷ്യവും പലതരം ഇമോഷൻസ് ഒക്കെയാണ്. മുന്നോട്ട് പോകുന്തോറും ട്രീറ്റ്മെന്റ് മുന്നോട്ട് പോകുന്തോറും നമുക്ക് ദേഷ്യങ്ങളും നമ്മുടെ സ്വഭാവങ്ങളും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴ് എന്താ പറയുക, ട്രീറ്റ്മെന്റിൽ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് ഇപ്പം ഞാൻ ഓർക്കുന്നത് എൻ്റെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളാണ്. ഡോക്ടേഴ്സ്, നഴ്സന്മാർ, ബ്രദർ സിസ്റ്റർമാർ, അവർ പിന്നെ ബാക്കിയുള്ള എല്ലാ സ്റ്റാഫും അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവരുടെ ഒരു സ്നേഹമാണ്. കാരണം ആ സമയത്ത് നമ്മുടെ കൂടെ നമ്മൾ വീട്ടുകാരും RCCയിൽ റീജിയണൽ ക്യാൻസർ സെന്ററിൽ ആ സമയത്ത് നമ്മുടെ കൂടെ വീട്ടുകാർ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ വന്ന് കണ്ടുപോകുന്നുള്ളൂ. ആ സമയത്ത് ഉറപ്പായിട്ടും ഈ സമയത്ത് പറയുവാണെങ്കിൽ അവരായിരുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും. എന്താ പറയുക, ഒരു ഭയങ്കര ബന്ധമാണ്. ഇപ്പോഴും അവരുമായിട്ടൊക്കെയുള്ള ഒരു ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പേഷ്യൻസ് അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് എല്ലാവരുമായിട്ടും നല്ല ബന്ധമുണ്ട് ഇപ്പോഴും. അതൊക്കെയാണ് മനസ്സിലായത്. ക്യാൻസർ പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ അറിവ് വെച്ച്, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർ തലയൊക്കെ മുട്ടയടിച്ച്, മുടികളൊന്നുമില്ല, ക്ലീൻ ഷേവ് ആയിട്ട്, അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണവും അങ്ങനത്തെ ഒരു വേറൊരു മൂഡാണ്. പക്ഷെ ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ പറയലേ, ഇവിടെ വന്നപ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ് എനിക്ക് കിട്ടിയത്. ഞാൻ വരുന്ന വഴിക്ക് ടെൻഷൻ അടിച്ച് ഞാൻ എങ്ങനെ ഇൻറ്റോ ചെയ്യും, എനിക്ക് അദ്ദേഹത്തിന് മീറ്റ് ചെയ്യാൻ പറ്റുമോ, ഞാനൊരു ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണ്, ഞാൻ എങ്ങനെ സംസാരിക്കും എന്നുള്ളൊരു ഭയങ്കര ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ വന്നപ്പോൾ ഇവിടുന്ന് എനർജി എനിക്ക് ഇങ്ങോട്ട് പാസ് ചെയ്ത് തരുന്നത്. അതെ, പക്ഷെ ഇപ്പൊ നിങ്ങൾ ഞാനിപ്പം ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് 1 year ആയി. നിങ്ങൾ ആ ഒരു ടൈമിൽ കണ്ടാലും എന്റെ രൂപം ആ രീതിയിലാണ്. അപ്പൊ നമുക്ക് ആ ഒരു സമയത്തും ആദ്യം എനിക്ക് ട്രീറ്റ്മെന്റ് കീമോതെറാപ്പി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ എൻ്റെ മുടിയെല്ലാം കൊഴിഞ്ഞുപോയി. അപ്പം മുടി ഫുള്ള് ബെഡിൽ വരുന്നു. അപ്പം ആദ്യം ഒരു ചെറിയ വിഷമമായിരുന്നു. അപ്പം എല്ലാവരും പറയും മുടി തിരിച്ചു വരുമല്ലോ. അപ്പൊ ആദ്യം മുടി പോയി. ആദ്യത്തെ 6 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും മുടി കംപ്ലീറ്റ് പോയി. പിന്നെ അടുത്ത കുറച്ച് മുന്നോട്ട് പോകുന്നതോറും മീശയും താടിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇളകി വരാൻ തുടങ്ങി. ബോഡിയിലെയും എല്ലാം ഇളകുന്നുണ്ട്. പിന്നെ അതെല്ലാം തനിയെ ഇളകി അങ്ങ് പോയി. ഒന്നും ഷേവിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം തനിയെ പോയി. ഫുള്ളൊരു എൻ്റെ വീഡിയോസ് നോക്കിയാൽ അറിയാം, ഒരു മെഴുക് രൂപമായി. അപ്പം കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോഴത്തേന് പിരികം പോയി. എനിക്ക് പിരികം പോകുമ്പോൾ ചെറിയ വിഷമമായിരുന്നു. പിരികം പോയപ്പോൾ പിന്നെയും ഓക്കെ, പിരികവും എൻ്റെ കൺപീലിയും പിന്നെ മാത്രം ഉണ്ടായിരുന്നു, ബാക്കിയെല്ലാം പോയി. പക്ഷെ ആ സമയത്ത് നോക്കിയപ്പം അയ്യോ, ഞാൻ പഴയതിൽ നിന്ന് നല്ല ക്യൂട്ടായി, എൻ്റെ ഏജ് 10 കുറഞ്ഞു. ആൾക്കാരൊക്കെ എന്നെ കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് എന്നെ എല്ലാവരും തൊടാനും പിടിക്കാനും ഒക്കെ വരുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു സമയത്ത്. അപ്പം ഞാനും ആലോചിച്ചു, ഈശ്വരായി ഈ സൗന്ദര്യമൊക്കെ കൂടുന്നുണ്ടല്ലോ, നല്ല കൊച്ചു കുട്ടിയായാലോ, ഞാൻ തട്ടി പോകാനാണോ, പോക്കാണോ എന്നൊക്കെ അങ്ങനെ ഒരു ചിന്തയാണോ തോന്നുന്നത്. അങ്ങനെ പെട്ടെന്നില്ലാത്തൊരു ലുക്ക് വന്നപ്പോഴത്തേനും ഞാൻ ഭയങ്കര ക്യൂട്ട് ഒരു കൊച്ചു പയ്യനായി. എൻ്റെ വെയിറ്റും സാധാരണ നോർമലി ക്യാൻസർ പേഷ്യൻസിന് വെയിറ്റ് ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് നല്ല വെയിറ്റും കൂടുന്നുണ്ട്. 62 തുടങ്ങി അവസാനം ഞാൻ 80 അവസാനിച്ചത് ട്രീറ്റ്മെന്റ് തീർന്നപ്പോഴേ. അപ്പം എനിക്ക് ബോഡിയൊക്കെ ഞാൻ ഓക്കെ ആക്കി വെക്കുന്നുണ്ടായിരുന്നു. കാരണം എനിക്കറിയാം നമ്മൾ വെള്ളം ഇഷ്ടം പോലെ ഈ കീമോതെറാപ്പി ചെയ്യുന്ന സമയത്ത് വെള്ളം ഇഷ്ടം പോലെ കുടിക്കണം. കാരണം അത് ചെയ്യുമ്പോൾ നമ്മളുടെ ഹാർട്ടിനും കിഡ്നി, ലിവർ എല്ലാത്തിനെയും പ്രശ്നമാക്കുന്ന മെഡിസിനാണ്. അപ്പം ഞാൻ വെള്ളം നിറയെ കുടിച്ച് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് തന്നെ പോകണം. അല്ലാതെ യൂറിൻ ഞാൻ അതുകൊണ്ട് ഒരു ദിവസം 6 ലിറ്ററും 5 ലിറ്ററിൽ കൂടുതൽ എങ്ങനെയാലും ഞാൻ കുടിക്കുമായിരുന്നു. ഫുഡ് ഞാൻ കഴിക്കുമായിരുന്നു. അവസാനമൊക്കെ നമ്മൾക്ക് കെമിക്കൽ കുടിക്കുന്നതിനും കെമിക്കൽ തിന്നുന്നതിനും ഒക്കെ ഉള്ളൊരു ഇതായിരുന്നു. പക്ഷെ നമ്മൾ തിന്നില്ലെങ്കിലും നമുക്കുള്ള ഹെൽത്തിന് അത് പ്രശ്നമാവുമെന്ന് എനിക്കറിയാം. കാരണം അടുത്ത് കിടക്കുന്നവരെയൊക്കെ മരിക്കുന്നത് കാണുന്നുണ്ട്. നല്ല കൂട്ടായിട്ട് നിന്നിട്ട് ആൾക്കാർ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ മരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പം എൻ്റെ സെയിം ക്യാൻസറിലുള്ളവരൊന്നും ഞാൻ രക്ഷപ്പെട്ട് കണ്ടിട്ടേ ഇല്ല. ലിംഫോമ ഒക്കെ വന്നിട്ട് പിന്നെ കുറേ പേരും എന്താ പറഞ്ഞ മെഡിസിൻ മാത്രമല്ല, നമുക്ക് ആ സമയത്ത് ഞാൻ ആലോചിച്ചു, മാനസികമായിട്ടുള്ള കാര്യം കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടാൻ പറ്റൂ. നമ്മൾക്ക് 50% ട്രീറ്റ്മെന്റും 50% നമ്മുടെ കയ്യിലാണ്. ബാക്കി നമ്മൾ നന്നായിട്ട് നിന്നില്ലെങ്കിൽ വലിയ പാടാണ്. കാരണം മരിക്കുന്നത് ഒരിക്കലും ക്യാൻസർ വന്നിട്ടല്ല, നമുക്ക് ആ സമയത്തുള്ളൊരു മാനസികാവസ്ഥ, ടെൻഷൻ, BP ഇതൊക്കെ വരിക. പിന്നെ അല്ലെങ്കിൽ ജസ്റ്റ് തട്ടലും മുട്ടലും ഒക്കെ വന്ന് പെട്ടെന്ന് നമുക്ക് ബ്ലഡ് ക്ലോട്ട് ആവുന്ന ഒരു അവസ്ഥയൊക്കെ വരും. പെട്ടെന്ന് നമുക്ക് അറ്റാക്ക് വരും, ബ്രെയിൻ അറ്റാക്ക്, ഹാർട്ട് അറ്റാക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരും. നമുക്ക് ടെൻഷൻ ആവാതിരിക്കുക. ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഒരു രക്ഷയില്ല, പോക്കാണ്. അപ്പം ടെൻഷൻ ആവാതെ പോസിറ്റീവായിട്ടിരുന്നാൽ മതി. അപ്പൊ അതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എൻ്റെ ഭയങ്കരമായിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് ഞാനൊരു ക്വസ്റ്റ്യൻ ഇത്രയും ഓപ്പൺ ആയിട്ട് ഇത്രയും ഫീൽ ചെയ്ത് ഞാനൊരു ക്വസ്റ്റ്യൻ ഒരു മനുഷ്യനോടും ചോദിച്ചിട്ടില്ല. എവിടുന്ന് കിട്ടുന്നു ഇത്ര ധൈര്യം? എങ്ങനെയാ? ഏതാണ് ഈ വിൽ പവർ? എന്താണ് ധൈര്യം? എന്താന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഉള്ള സമയത്ത് സന്തോഷമായിട്ടിരിക്കുക. നമ്മൾ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നൊക്കെ നോക്കി മുന്നോട്ട് നിൽക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം നടക്കത്തില്ല.
നമ്മൾക്കുള്ള വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം, എന്നിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോവാ. ഒരു വഴി എന്തായാലും വരും. നമ്മൾ എന്ത് വർക്ക് ചെയ്താലും അതിനൊരു റിസൾട്ട് നമുക്ക് കിട്ടും. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക, നമുക്കൊരു സക്സസ് ഉണ്ടാവും ഒരു സമയത്ത്. അപ്പൊ ഞാന് ആ സമയത്തും ഇത്രയൊക്കെ പോയി. അപ്പൊ എനിക്ക് കൺപീലി പോയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. എന്നെ കാണുമ്പോൾ ഒരു അപ്പൂപ്പനെ കണക്കായിരുന്നു ആ ഒരു സമയത്തും. എനിക്ക് ചെറിയ ചെറിയ കുറച്ച് ഇതൊക്കെ തോന്നുന്നു. ഞാൻ മനുഷ്യനാണല്ലോ, നമ്മൾ ഭയങ്കര അങ്ങ് എന്താണ് ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ കാണിക്കുക, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആണ് എന്ന് ആ സമയത്ത് ചെറിയ ഇതൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് നമുക്ക് എന്താ അങ്ങനെയൊക്കെ ആയിരുന്നു. എല്ലാം പോയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു അപ്പൂപ്പൻ ലുക്കൊക്കെ വന്ന്. അപ്പോഴും അത് കഴിഞ്ഞ് എനിക്ക് ന്യൂമോണിയ വന്നു. നമുക്ക് ട്രീറ്റ്മെന്റ് സമയത്ത് ഏറ്റവും പ്രശ്നമുള്ള ഒരു കാര്യമാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. അപ്പൊ എനിക്ക് ആ സമയത്ത് അത് വെറുതെ ആദ്യമേ പ്രാർത്ഥിച്ചാണ് ഞാൻ കയറിയത്. പക്ഷെ എനിക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷനും കിട്ടി. കാരണം എനിക്ക് 4ാമത്തെ സൈക്കിളായപ്പം നമ്മളൊരു ഹാഫ് സൈക്കിളാകുമ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കും. CT സ്കാൻ ചെയ്ത് നോക്കിയപ്പം എൻ്റെ ക്യാൻസർ ഓൾമോസ്റ്റ് നശിച്ചു, എൻ്റെ സെൽസ് എല്ലാം നശിച്ചു എന്നുള്ളൊരു റിസൾട്ട് വന്നു. ഞാനപ്പോൾ ആ സമയത്ത് വീട്ടിൽ നിന്ന് പോയപ്പം കുറച്ച് മുട്ടായിയൊക്കെ ആയിട്ട് ഞാൻ സ്റ്റാഫിനൊക്കെ കൊടുക്കാനായിട്ട് എൻ്റെ ഒരു സന്തോഷം ഒന്നുമില്ല ചുമ്മാ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു. പക്ഷെ അത് കഴിഞ്ഞ് അടുത്ത സൈക്കിളായപ്പോഴത്തേക്കും എനിക്ക് ന്യൂമോണിയ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നു. ഉള്ളതിൽ ഏറ്റവും ചീത്ത സാധനം വന്നു. ആ സമയത്ത് ഞാൻ 25 ദിവസം കണ്ടിന്യൂസ് ഫുഡും കഴിച്ചിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല. ഫുള്ള് ഡ്രിപ്പും മെഡിസിൻസും കാര്യങ്ങളും ഒക്കെ തന്നെ ആയിരുന്നു. അത് അതിൽ പലരും എന്നെ കാണുമ്പോൾ ഉള്ളൊരിത് എനിക്ക് ഫീൽ ചെയ്യും. കാരണം എന്തോ ആൾക്കാർക്ക് എന്തോ ഞാൻ പോക്കാണോ, കാരണം ഈ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ വലിയ പാടാണ്. ചിലരൊക്കെ എന്നെ ഒന്ന് കണ്ടിട്ട് എന്നെ കാണുമ്പോൾ ഒരു ചിരിക്കാത്തോളൊരു വിഷമിച്ച ഫേസ്, എപ്പോഴും എന്നോട് കളിച്ച് ചിരിച്ച് നിൽക്കുന്ന നഴ്സന്മാരും ഒരു ബ്രദറും ഒക്കെ വേറൊരു ഇത്. പിന്നെ ഒരു സിസ്റ്ററൊക്കെ വന്നിട്ട് വൈകിട്ടായപ്പോൾ എൻ്റെ അടുത്ത് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ തോന്നി. എടാ നമ്മൾ ഇത്രയൊക്കെ സർവൈവ് ചെയ്ത് വന്നില്ലേ, നമുക്ക് ഇനിയും പറ്റും, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു വല്ലാത്തൊരിതാണ്. ഒരു വിഷമം വന്നു. പേടിയൊന്നും വന്നില്ല, പോന്നെങ്കിൽ പൊയ്ക്കോട്ടെ. ഞാൻ ആ സമയത്ത് 32 വയസ്സാണ്. ഞാൻ 32 വയസ്സ് വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാമോ ഞാൻ അത്രയും വർക്ക് ചെയ്യും. ഞാനൊരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ഞാനൊരു ജിയോളജിസ്റ്റായി സയൻറ്റിസ്റ്റ് ആവണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ സയൻറ്റിസ്റ്റായി ജിയോളജിസ്റ്റായിട്ട് ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്ത്, ഞാൻ സെൻട്രൽ ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്ത്, പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്ത്, ഇൻ്റർനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്ത്. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് കഴിഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു കമ്പനിയിൽ ഞാൻ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ഒരു ഗ്രോത്ത് ഭയങ്കരമായിരുന്നു. പക്ഷേ ക്യാൻസർ വന്ന് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയ പൈസ മൊത്തം എൻ്റെ ട്രീറ്റ്മെൻറ്റിനും അങ്ങനെയുള്ള പോയി. പൈസ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഒരുപാട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. അതിനുശേഷം സഹായിച്ചത് ആ സമയത്ത് ട്രീറ്റ്മെൻറ്റ് ഇടയ്ക്ക് എൻ്റെ ഫാമിലിയിൽ നിന്ന് സഹായിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ഫാമിലി കൂടുതലും എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ കൊളീഗ്സ് നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ട്രീറ്റ്മെന്റിന്റെ ഇടയ്ക്ക്. കാരണം ആ സമയത്ത് ഒരുപാട് ചെലവുണ്ട്. ഹോസ്പിറ്റലിൽ മാത്രമല്ല കമ്പനി എന്തെങ്കിലും സഹായം ചെയ്തോ? കമ്പനി ലാസ്റ്റ് ഞാൻ അതെ, പക്ഷെ ആ കമ്പനിയിൽ നിന്ന് എനിക്ക് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്ന് എനിക്ക് ഹെൽപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അതിന് മുന്നേ വർക്ക് ചെയ്ത് ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് ഫേമിൽ നിന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്തു. പിന്നെ എൻ്റെ 5ാം ക്ലാസ് മുതലുള്ള ഫ്രണ്ട്സിന്റെ സർക്കിളിൽ നിന്ന് 5 മുതൽ PG എത്ര വർഷം ബാക്ക്, 20 വർഷം ബാക്കിൽ കണ്ടുള്ള പരിചയത്തിൽ ആ ഒരു ഫ്രണ്ട്സ് സർക്കിളിൽ നിന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്തു ട്രീറ്റ്മെന്റ് ഇടയ്ക്കും. അപ്പൊ അതിനുശേഷം ട്രീറ്റ്മെന്റിന് ശേഷം പിന്നെ അതിലും കാരണം 6 മാസം മിനിമം റെസ്റ്റ് വേണം, 1 വർഷത്തോളം. അതിനിടയ്ക്ക് എൻ്റെ അമ്മയൊന്ന് വീണ്, അപ്പം മുറ്റത്ത് വീണ് സ്ലിപ്പായി, അതിന് സർജറി വേണം. അപ്പൊ ആ സമയത്ത് ഞാൻ ആകെ കൂടി ടെൻഷനായി. അപ്പം ട്രീറ്റ്മെന്റ് ഇടയ്ക്ക് വീട്ടിലുള്ളവർ എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് എനിക്ക് ഉണ്ടായിട്ടൊരു വിഷമം, ആ സമയത്ത് ആരെയും ബുദ്ധിമുട്ടിക്കണ്ട, എനിക്ക് എല്ലാവരും ട്രീറ്റ്മെന്റ് ഇടയ്ക്ക് ഇത്രയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഞാനൊരു വീഡിയോ ചെയ്യാം. ഞാൻ എൻ്റെ മൈൻഡിൽ ആ സമയത്തുള്ളൊരു തോട്ടെന്ന് വെച്ചാൽ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ ഉള്ളവരുണ്ടല്ലോ, അവർ എന്തെങ്കിലും ആ സമയത്ത് അങ്ങനെ ഹെൽപ്പ് കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഞാനൊരു വീഡിയോ ചെയ്തു. നിവൃത്തികേടുണ്ട്. അപ്പം ഞാൻ ആരെയും വീട്ടിലുള്ളവർ ബുദ്ധിമുട്ടിക്കണ്ട, എനിക്ക് ഫ്രണ്ട്സ് ആയാലും വീട്ടിലുള്ളവരും തന്നു, അങ്ങനെ വേണ്ട സോഷ്യൽ മീഡിയ അങ്ങനെ ഒരു ഇതാണല്ലോ. അപ്പം ഇത്രയും കഷ്ടപ്പെട്ടാണല്ലോ ഞാൻ വന്നത്, ആരെയും പറ്റിക്കാനോ ഒന്നും അല്ലല്ലോ. അപ്പൊ എനിക്കിങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ അങ്ങനെ ചിന്തിച്ചു. പക്ഷെ എൻ്റെ ഒരു കസിൻ പറഞ്ഞ് പഴയ ആൾക്കാർക്ക് ഒരു പക്ഷെ അങ്ങനെ അറിയാഞ്ഞിട്ടായിരിക്കും, ഇപ്പോഴത്തെ ആൾക്കാർക്ക് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്, ഇതിലൊരു പ്രശ്നമില്ല, ഹെൽപ്പ് ചെയ്യാന്നുള്ളൊരു മലയാളികൾ പൊതുവേ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ഇപ്പൊ ഞാൻ അതിനുശേഷം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരുപാട് പേഷ്യൻസിനെ എനിക്ക് അറിയാലോ, 50 ലക്ഷം 60 ലക്ഷം ഒക്കെ ആവും അവർക്ക് അടുത്ത ഫ്യൂച്ചർ ട്രീറ്റ്മെന്റ്. ഞാൻ പറഞ്ഞു ഞാൻ
അവർക്ക് കൊടുക്കുന്ന ഒരു ഇൻസ്പിറേഷനും കൂടിയാണിത്. നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്, അവർ സഹായിക്കും. നമ്മളുടെ നാട്ടിൽ കേരളത്തിലുള്ളവർക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, സഹായിക്കാനുള്ള മാനസികാവസ്ഥയുള്ള ആൾക്കാരുണ്ട് എന്നൊക്കെ ഞാനിങ്ങനെ അവർക്ക് പറയൂ. അപ്പൊ ഞാൻ പറയണം ഇങ്ങനെ എന്താ ഒരു മൊമെന്റിൽ അങ്ങനെ ചെയ്തു പോയി, ആരും ചെയ്തിട്ടില്ല തന്നിട്ടില്ല എന്ന് ആള് പറഞ്ഞിട്ടില്ല, ഒരിക്കലും പക്ഷെ ഒരു മൊമെന്റിൽ അങ്ങനെ ചെയ്തു പോയി, അങ്ങനെ ചെയ്യാനാണ് തോന്നിയത് എന്ന് പറഞ്ഞു. അതൊരു ജെന്യുവൻ ആൻസർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. നിങ്ങളും അത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം ആളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഇപ്പം മനസ്സിലാക്കാത്ത ആരെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ അദ്ദേഹം ആ സർവൈവിങ് പീരീഡിൽ അങ്ങനെ ചെയ്തു പോയി എന്നുള്ളതാണ് ഇല്ലേ? അതെ, അത് ആ സമയത്ത് ഒരുപാട് അങ്ങനെ സിറ്റുവേഷൻ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ്. ട്രീറ്റ്മെന്റിന് ശേഷം ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെ ഓക്കെ, ട്രീറ്റ്മെന്റിന് ശേഷം ഞാൻ ഒരു വർഷത്തിന് ശേഷം ഓരോരുത്തർ പറയുന്നുണ്ട് ജോലി കിട്ടുന്നില്ല, ഓരോ ആൾക്കാർ വെറുതെ വീട്ടിൽ നിൽക്കുന്നുണ്ട് ജോലി കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ ഇത്രയും സർവൈവ് ചെയ്ത് വന്നിട്ട് 1 ഇയറിന് കൊണ്ട് തന്നെ ഞാനൊരു അടുത്തൊരു ഇന്ത്യയിലെ ടോപ്പ് 2 ലെവലിലുള്ള ഗ്ലാസ് മാനുഫാക്ചറിങ് കമ്പനിയിൽ ഞാൻ വീണ്ടും ജിയോളജിസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തു. ഞാൻ 4 മാസം വർക്ക് ചെയ്തു ഇപ്പം. പക്ഷെ അവിടെ എനിക്ക് ഇപ്പം കിട്ടിയ ജോബ് മൈൻ സൈറ്റിലാണ്. അപ്പൊ എനിക്ക് സൈറ്റിൽ പോകണം. അപ്പം നല്ല ഡസ്റ്റും കാര്യങ്ങളും ഉണ്ട്. എനിക്ക് ചുമയും തൊണ്ടയ്ക്കൊക്കെ പ്രശ്നം തുടങ്ങി. ഒന്നാമത് എനിക്ക് ലങ് ക്യാൻസർ ആണ്, ഡസ്റ്റ് ഒരു പ്രശ്നമാണ്. അപ്പോഴും ഞാൻ ആദ്യമൊക്കെ കുറച്ച് നാൾ മുന്നോട്ട് പോയി, 2-3 മാസം നന്നായിട്ട് നിൽക്കുന്നു. പക്ഷെ എനിക്ക് എപ്പോഴും അവിടെ നിൽക്കുമ്പോൾ ജലദോഷവും തൊണ്ടയ്ക്ക് പ്രശ്നം. അപ്പം നമുക്ക് ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പനി, ജലദോഷം, തൊണ്ട ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷനൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്, നമുക്കിത് വീണ്ടും പ്രശ്നമാവും. ആദ്യമൊക്കെ ഞാൻ ആന്റിബയോട്ടിക് ഒക്കെ കഴിച്ച് നിന്ന് അവസാനമായപ്പോൾ എനിക്ക് നല്ല ബ്ലഡ് വന്നു. അപ്പൊ അകത്തുനിന്ന് നല്ല ബ്ലഡ് വന്നു, മൂക്കിലും വായിന്നും ഒക്കെ നിറച്ച് ബ്ലഡ് വന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ഡോക്ടറിന് ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പൊ അവർ പറഞ്ഞു ചുമ്മാ ഈ ജോലി വിട്, നമുക്ക് നമ്മുടെ ഹെൽത്ത് ആണല്ലോ പ്രധാനം. പക്ഷെ അത് പറഞ്ഞു എൻ്റെ ഹോസ്പിറ്റലിലുള്ള എൻ്റെ ഡോക്ടേഴ്സ് ഫ്രണ്ട്സ് ബാക്കി എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ചിലർ ഞാൻ എന്തുകൊണ്ട് ജോലി നിർത്തിയിട്ട് ഇവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇപ്പം വീണ്ടും ഞാൻ 2 മാസമോ എന്ന് തോന്നുന്നു ഞാൻ ഇപ്പം ഇവിടെ നിൽക്കുന്നുണ്ട്. ആ ജോബ് വിട്ടിട്ട് ഞാൻ അടുത്ത ജോബ് നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വേറൊരു സംശയം ചോദിക്കാം. ഈ ഇപ്പൊ ജോയിൻ ചെയ്ത കമ്പനിയിൽ ഇങ്ങനെ ഒരു സർവൈവർ ആന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ? ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ല, പക്ഷെ അതിനുശേഷം പറഞ്ഞു. അവർക്ക് എൻ്റെ അടുത്ത് യാതൊരു പ്രശ്നമല്ല, കമ്പനി എല്ലാം ഓക്കെയാണ്, അവര് നല്ലതാണ്. ഞാനത് പറഞ്ഞതിന് ശേഷം നല്ല കെയറിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ ഞാനപ്പം എനിക്ക് സൈറ്റിലാണ്, സൈറ്റിൽ ജോബ് ഞാൻ അതിന് റിക്വസ്റ്റ് ചെയ്തു, എനിക്കൊന്ന് ക്വാളിറ്റി കൺട്രോൾ ബേസ് അല്ലെങ്കിൽ ഓഫീസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും തരാമോ എന്ന് ചോദിച്ചു. പക്ഷെ അവര് അതിനൊരു, കാരണം അവർക്ക് ഒരു വലിയ ടോപ്പ് കമ്പനീസ് ആണ്, അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കുക. അപ്പം എല്ലാവരും സെയിം റെലവൻറ്റ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് എനിക്കും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അവർക്കിപ്പോൾ എന്നെ കൊണ്ടുള്ള ആവശ്യം സൈറ്റിലായിരുന്നു. അപ്പോൾ അവിടെ ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി എനിക്ക് പറ്റുന്നില്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ളൊരു ലെവലിലെത്തി. അപ്പൊ ഞാൻ ഇപ്പം വേറെ എന്തെങ്കിലും ജോബ് നോക്കുന്നുണ്ട്. ഇപ്പൊ സത്യത്തിൽ ഞാൻ ഇപ്പം ജിയോളജിസ്റ്റ് അല്ലാണ്ട് വേറെ അധ്യാപകനായിട്ടെങ്കിലും പോയിക്കൂടെ? ടീച്ചിങ്ങിനുള്ള ഒരു സ്കിൽ എനിക്ക് സംസാരിക്കുമ്പോ ഇങ്ങനെ കേട്ടിരിക്കാനായിട്ട് എനിക്ക് കുറെ ഒരു ഇൻഫർമേഷൻസ് ആണ് പാസ് ചെയ്ത് തന്നോണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഉള്ളെന്ന് ഇങ്ങനെ ചോദിക്കുന്നത്. ഒരു അധ്യാപകനായിട്ട് ബാക്കിയുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന, അല്ലെങ്കിൽ കുറച്ച് കുഞ്ഞു മക്കളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിട്ട് എനിക്കങ്ങനെ ടീച്ചിങ്ങിനോ, എനിക്ക് സ്റ്റേജ് ഫിയർ ഉള്ള ഒരു ടൈപ്പായിരുന്നു പണ്ടൊക്കെ. പക്ഷെ ഇപ്പം ഞാൻ ചിന്തിക്കുന്നത്, ഇപ്പം നമ്മുടെ നാടൊരു ഡിഫറെൻ്റ് ആണല്ലോ, എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, എന്തെങ്കിലും മോശം കാര്യങ്ങളാണ് നടക്കുന്നത്. അതും ഈ കൊച്ചു പിള്ളേർക്കുള്ള കേസിലാണ്. കാരണം തീരെ വിവരം ഇല്ലാത്തൊരു ഒരു രീതിയിലേക്കാണ് പോകുന്നത്. അപ്പം ഞാനൊരു ക്യാൻസർ സർവൈവറാണ്. അത് കുറച്ച് പേർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവും. ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഞാൻ ജീവിച്ച് വന്നതെന്നുള്ളത് കുറച്ച് പേർക്കേ മനസ്സിലാവും. ഇപ്പം ഞാനൊരു പിള്ളേരെ കേസിൽ പോകും, ആദ്യത്തെ ദിവസം ഞാനൊരു ക്യാൻസർ എന്നുള്ള ലെവലിൽ അവരെ ട്രീറ്റ് ചെയ്യും. അത് കഴിയുമ്പോൾ അവരെ ഒരു ബന്ധം ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ എത്ര നന്നായിട്ട് കാണിച്ചാലും ഒരു പക്ഷേ ഇപ്പം എൻ്റെ ഒരു ശബ്ദം, എനിക്ക് എൻ്റെ ശബ്ദം കൊണ്ട് എങ്ങും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഈ ഒരു സർജറിക്ക് ശേഷം എൻ്റെ ഈ ഒരു തൈമസിലാണ് എനിക്ക് ക്യാൻസർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമ്മുടെ സൗണ്ട് മാറ്റം വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മുടെ തൈമസ് നമ്മൾ വലുതാവും തോറും ഡിസപ്പിയർ ആവും. അപ്പോഴാണ് നമ്മളെ സൗണ്ടിൽ വേരിയേഷൻ വരുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ തൈമസിൽ ക്യാൻസർ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പം എൻ്റെ സൗണ്ടിന് സർജറിക്ക് ശേഷം പിന്നെ എത്രയെങ്കിലും ഉണ്ട്. സൗണ്ട് തീരെ കുറവായിരുന്നു. അപ്പൊ അതിനുശേഷം പിന്നെ ഇത്രയെങ്കിലും ഉണ്ട്. അപ്പം തൈമസ് പോയിട്ടുണ്ട്. ഇനി ഫ്യൂച്ചറിലെങ്ങാണ് സൗണ്ട് മാറി വരുന്നെങ്കിലേ ഉള്ളൂ. മാറിയാലോ എന്നുള്ളൊരു ചിന്തയുണ്ട് അല്ലേ? പിള്ളേരെ പിടിപ്പിക്കാനുള്ള ഒരു ഇതൊന്നും എനിക്ക് എന്തായാലും ചോദിച്ചാണ്. അങ്ങനെ പോണം എന്നല്ല പറഞ്ഞത്, കാരണം സംസാരിക്കുമ്പോ ഭയങ്കര ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അതാണ് ചോദിച്ചത്. ഇത്രയും ക്വാളിഫിക്കേഷനും ഉണ്ട്, അങ്ങനെ
പോകാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. പിന്നെ അതെ, പിന്നെ ഞാൻ ആലോചിക്കുകയാണ്. ഞാനൊരു ക്യാൻസർ സർവൈവറാണ്. ഇത്രയും കഷ്ടപ്പെട്ട് ജീവിച്ചു വന്ന ഒരാളാണ്. ഇത്രയും നാൾ വർക്ക് ചെയ്ത് കേരളത്തിൽ ഇത്രയും ഒരുപാട് സ്ഥാപനങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു ജോബ് നമുക്ക് വേണ്ടിയിട്ട് ഞാൻ പലയിടത്തും അപ്ലൈ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു സെയിം ഫീൽഡിലേക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ ജിയോളജിസ്റ്റ് ആയതുകൊണ്ട് ആ ഒരു ഫീൽഡല്ലാണ്ട് ബാക്കിയുള്ള ജോബിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങോട്ടും അടിക്കുന്നില്ല. അപ്പം എന്തെങ്കിലും ഓഫീസിൽ എന്തെല്ലാം വർക്കാണ്, ഞാനൊരു ചെറിയ പേയ്മെന്റിനാലും ഞാൻ ബില്ലിംഗ് ആണ് വർക്ക് ചെയ്യാനായിട്ട്. പക്ഷെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും ക്യാൻസർ റെക്കഗ്നൈസ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ജോലിക്ക് കയറുമ്പോൾ ഫസ്റ്റ് സാലറി എത്രയായിരുന്നു? ഞാൻ ആദ്യം ജോലി കയറുന്നത് 16,500 രൂപയ്ക്കാണ് 2014. അതായിരുന്നു എൻ്റെ ആദ്യത്തെ സാലറി. അതിനുശേഷം ഞാൻ 9,000 രൂപയ്ക്കും വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് ആദ്യത്തെ 2 വർഷം എനിക്ക് എക്സ്പീരിയൻസ് ആവുക എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ്. പിന്നെ അതിനുശേഷം നല്ല ഹൈക്ക് കയറി വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പം ലാസ്റ്റ് നിന്ന് കമ്പനിയിൽ എനിക്കുള്ള ഇന്ത്യൻ സാലറി വെച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു സാലറി ആയിരുന്നു, നല്ലൊരു പാക്കേജ് ആയിരുന്നു. എൻ്റെ ഒരു മന്ത്ലി എക്സ്പെൻസ് തന്നെ കമ്പനി എനിക്ക് വേണ്ടി ഏതാണ്ട് 2-3 ലക്ഷം രൂപ എനിക്ക് വേണ്ടി ചിലവാക്കുന്നുണ്ട്. എൻ്റെ ഫ്ലൈറ്റ് ട്രിപ്സും ഒരു ഹൈഫൈ സെറ്റപ്പ് ആയിരുന്നു. അപ്പം ഞാനും ആ സമയത്ത് ഞാൻ എല്ലാ ഗ്രൂപ്പുകളിലും ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഞാൻ ഗ്രൂപ്പുകളിലൂടെയൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കൊക്കെ എൻ്റെ ഫോട്ടോസും ട്രിപ്പുകളും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യും. ഞാൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചപ്പോഴത്തേനാണ്. പക്ഷെ ആ ഒരു ജോബിന് കയറിയത് കൊണ്ട് എൻ്റെ ഈ ഒരു ക്യാൻസർ പെട്ടെന്ന് അറിയാൻ പറ്റി. അങ്ങനെയും ഇങ്ങനെയും ചിന്തിക്കാം. പിന്നെ ഇപ്പം നിലവിൽ ജോബില്ല, ജോബ് വേണം. കാരണം നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴേ അറിയാം നമുക്ക് എപ്പോഴും ആൾക്കാരെ കാര്യത്തിനാണേലും വേണോ, അസുഖമാണെങ്കിലും അല്ലെങ്കിലും വേണോ, സാഹചര്യത്തിൽ അങ്ങനെയാണ്. എന്റെ കൂടത്തിൽ ചോദിക്കുകയാണ്, അമ്മ എപ്പോഴും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു, അമ്മയാണ് കൂടെ ഉള്ളതെന്നും പറഞ്ഞു. ക്യാൻസറിന് മുൻപ് കല്യാണം കഴിച്ചിരുന്നോ അതോ വേറെ? അതെ, ഞാൻ ക്യാൻസറിന് മുന്നേ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ ഈ ഒരു ക്യാൻസറിന് മുമ്പേ എന്ന് പറഞ്ഞാൽ ആ പ്രായത്തിൽ കല്യാണം കഴിച്ചോ? ഞാൻ ആ ഒരു സമയത്തൊന്നും ആദ്യമൊന്നും കല്യാണത്തെ കുറിച്ചൊന്നും ചിന്തിച്ചില്ല. പിന്നെ ഞാനൊരു ഇന്റർനാഷണൽ ജോബ് കിട്ടുന്ന ടൈമില് ഇനി വേണമെങ്കിൽ ആലോചിക്കാം എന്നുള്ളൊരു ചിന്ത വന്നു. പക്ഷെ അതിനുശേഷമാണ് ഇത് വന്നത്. ആ ആലോചനയൊക്കെ എത്തിയപ്പോഴത്തേന് ഈ സംഭവം കണ്ടുപിടിച്ചു. പക്ഷെ അതിനുശേഷം ഇപ്പൊ എനിക്കൊരിക്കലും കല്യാണം കഴിക്കുന്നില്ല എന്നുള്ള 100% ഒരു തീരുമാനം തന്നെയാണ് ഇപ്പൊ. കാരണം ഇതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എങ്കിൽ പോലും കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ എല്ലാരും ഡോക്ടേഴ്സ് എല്ലാരും പറയാറുണ്ട്. ഞാൻ ഡോക്ടർ അങ്ങനെ ഒന്നുമല്ല, ഞാനൊരു ഫ്രണ്ടായിട്ട് സംസാരിക്കുകയാണ്. ഏതെങ്കിലും മൊമെന്റിൽ ഒന്ന് വീണു പോയാൽ, ക്യാൻസർ എന്നല്ല, എന്തെങ്കിലും സാഹചര്യത്തിൽ ഒന്ന് വീണു പോയാൽ കൂട്ടിനൊരാള്, ഒന്ന് വർത്താനം പറഞ്ഞെങ്കിൽ ഇരിക്കാൻ ഒരാൾ വേണോ എന്ന് തോന്നിയിട്ടില്ലേ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എൻ്റെ ട്രീറ്റ്മെന്റ് സമയത്ത് എനിക്ക് തോന്നിയൊരു ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് മുന്നും പിന്നും ഒന്നും ചിന്തിക്കാനില്ലായിരുന്നു. അമ്മയുടെ കാര്യം ഇവരൊക്കെ നോക്കും എന്നൊക്കെയുള്ള ഒരു ധാരണയുണ്ട്. അപ്പം ഞാൻ ഒരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചേനാ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകൾ, ഫാമിലിയിലെ ചിന്തകൾ, ടെൻഷൻസ്, കാര്യങ്ങൾ വരും. പിന്നെ എനിക്കത് ക്യാൻസറിൽ നിന്ന് ഞാൻ സർവൈവ് ചെയ്ത് ചിലപ്പോൾ ജീവിതത്തിലേക്ക് ഞാൻ വരണമെന്നില്ല. പറഞ്ഞതുപോലെ മനസ്സൊരിതാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു ബന്ധങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ പാടാണ്. അവരെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കാര്യം വലിയ പാടാണ്. അപ്പം ആ സമയത്ത് കല്യാണം കഴിക്കാഞ്ഞതൊരെന്നായിട്ടാണ് എനിക്ക് തോന്നി. കാരണം കല്യാണം കഴിച്ച് പല കേസും ഞാൻ കാണുന്നുണ്ട്. കൊച്ചു പ്രായമാണ്, അടുത്തിരുന്നാണ് എത്ര പേരാണെന്നറിയോ, എത്ര പേര്. എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞ് വന്ന യങ്സ്റ്റേഴ്സൊക്കെ സർവൈവ് ചെയ്ത് പോയവരും വളരെ കുറവായിരുന്നു ആ ടൈമിൽ. എനിക്കങ്ങനെ വിഷമിക്കാനുള്ളൊരു കേസല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓക്കെ ആയിരുന്നല്ലോ, അത് ഇനി എൻ്റെ ലൈഫ് ഇത്രയേ ഉള്ളെങ്കിൽ തീർന്നു, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഒരു കാര്യം, ഇപ്പം പറയുകയാണല്ലോ കല്യാണം ഇനി കല്യാണം കഴിച്ചാൽ എന്താന്നുള്ളത്. അപ്പം ഇനി എന്താന്ന് വെച്ചാൽ അതെ, ഈ പറഞ്ഞ പോലെ ഫ്യൂച്ചർ എന്താണെന്ന് അറിയത്തില്ല. ഫ്യൂച്ചർ എന്താവും, ഇതിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊരു കേസല്ല. എന്തായാലും ഒരു മനുഷ്യൻ ഒരു ക്യാൻസർ സർവൈവർ, ക്യാൻസർ എന്ന വേർഡ് നമുക്ക് ഇനി യൂസ് ചെയ്യണ്ട, ഒരു മനുഷ്യൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു എല്ലാവരോടും അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന ആളെങ്കിൽ എന്ന നിലയിൽ എന്തായാലും ഒരു ബ്രേക്ക് ആവുന്ന, മൈൻഡ് ബ്രേക്ക് ഔട്ട് ആവുന്ന ഒരു മൊമെൻ്റ് ഉണ്ടാവും. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഫസ്റ്റ് സംസാരിക്കാൻ തോന്നുന്ന, അല്ലെങ്കിൽ ഫസ്റ്റ് ആരോടാണ് സംസാരിക്കുക? ഒന്ന് ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആരോടായിരിക്കും? ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഉറപ്പായിട്ടും ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ ആയിരിക്കും. ഫ്രണ്ട്സ് എന്നല്ല, കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അത് കൂടുതലും എൻ്റെ കൊളീഗ്സൊക്കെയാണ്. പിന്നെ നാട്ടിൽ ഉള്ളൊരു പോലീസ് ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്താണ് കൂടുതലും ഞാൻ ആദ്യമേ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാറുള്ളത്. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത വർക്ക് ചെയ്ത 2 പേരുണ്ട്.
2-3 പേരുണ്ട്, 2 അല്ല ഒത്തിരി പേരുണ്ട്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ആർക്കും ഒന്നും തന്നെ ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ പലയിടത്തും പറയത്തില്ല. വളരെ അത്രയും എൻ്റെ എല്ലാ കാര്യവും ഒരു 0% പോലും ഞാൻ അവശേഷിക്കാതെ പറയുന്ന ആള് ഈ പറഞ്ഞ എൻ്റെ വീട്ടിനടുത്ത് എൻ്റെ ഫ്രണ്ട്, പോലീസ് ഫ്രണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്തും, എൻ്റെ പേരൊന്നും പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ അടുത്താണ് പറയുന്നത്. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്തവര്, അവരുടെ അടുത്ത് അത്രയും പറഞ്ഞില്ലെങ്കിലും പല കാര്യങ്ങളും അവരുടെ അടുത്താണ് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ, കല്യാണം കഴിച്ചില്ലെങ്കിൽ ഒരു താങ്ങ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒന്ന് വീണ് പോയാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചല്ലോ. അപ്പം അതിനെനിക്ക് പറയാനുള്ളത്, ഞാൻ അതിനെക്കുറിച്ചും ട്രീറ്റ്മെൻറ്റിൻ്റെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അതും വളരെ പ്ലാൻ ചെയ്തു. ഞാൻ ഓൾറെഡി നമ്മുടെ ഇവിടെ പത്തനാപുരത്തൊരു ഒരു സംഭവമുണ്ട്, യൂസഫ് അലിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ട്. ഞാൻ അവിടെ പോയിരുന്നു ട്രീറ്റ്മെന്റിന് ശേഷം. ഒരു 6 മാസം ശേഷം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഞാൻ അവിടെ പോയിരുന്നു, ഗാന്ധി ഭവൻ. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പം അവരെന്നെ കണ്ടപ്പം, ഇവിടെ താമസിക്കാൻ വന്നയാണോ? അല്ല. അപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം, അവര് നമ്മളെ ഏറ്റെടുക്കാൻ തയ്യാറാണ്. നമ്മൾ ഏത് ഏജോ എന്തോ ആയിക്കോട്ടെ, അവിടെ എത്ര പേരാണെന്നറിയോ, എത്ര പേരാണോ, എന്ത് ഫെസിലിറ്റി ആണെന്നറിയോ അവർക്ക്. അപ്പം അവര് നമ്മളെ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഇതൊരു ഗവൺമെന്റ് റിലേറ്റഡ് ആണോ എനിക്കറിയത്തില്ല. യൂസഫ് അലി ക്രോർസ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. വലിയ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളും ഉണ്ട് അവർക്ക് വേണ്ടിയിട്ട്. അപ്പോഴ് അവിടെ ഒത്തിരി ആൾക്കാർ, കൊച്ചു ഏജ് മുതൽ ലാസ്റ്റ് ഏജ് വരെയുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു, എന്നെ നോക്കാൻ പറ്റാത്തൊരവസ്ഥ വരുവാണെങ്കിൽ എന്നെ അവിടെ കൊണ്ടാക്കിയാൽ മതി എന്ന് ഞാൻ വീട്ടിലും പറഞ്ഞിട്ടുണ്ട്. അവർ നോക്കിക്കോണം. അവിടെ എല്ലാം, അവിടെ ഡോക്ടറുണ്ട്, ഒരു എല്ലാവർക്കും പ്രത്യേകം കട്ടിലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, നമുക്ക് ഒരു ഒറ്റയ്ക്ക് സംസാരിക്കാം. ആ ഒരു സമയമാകുമ്പോൾ അങ്ങനെയുള്ളവർ മതിയല്ലോ. നമ്മളെ ഇപ്പം നമ്മൾ അങ്ങനെ ഒരു ഇപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല. അപ്പോഴങ്ങനെ ഒരു സിറ്റുവേഷൻ എത്തുവാണെങ്കിൽ ഞാൻ ഓൾറെഡി വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, എന്നെ അവിടെ കൊണ്ടാക്കിയാൽ മതി, അവർ നോക്കിക്കോളും. അപ്പം കല്യാണം കഴിച്ചില്ലെങ്കിലും എനിക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ട്, അവർ നോക്കിക്കോളും എന്നുള്ളൊരു. എന്ത് മനുഷ്യനാണോ താങ്കൾ? തൊഴുതോട്ടേന്ന് ഞാൻ ചോദിക്കുകയാണ്. കാരണം എങ്ങനെ മനുഷ്യന് ഇങ്ങനെ ആകാൻ കഴിയുന്നു എന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാനൊക്കെയാണ് ഒരു പനി വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വന്നാൽ ഞാൻ തീർന്നു, ഞാൻ ഇനി ഇല്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അവിടുന്ന് ഫ്യൂച്ചറിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനുള്ള സാധനം വരെ മനസ്സിൽ കണ്ടിരിക്കുന്ന ഒരു വ്യക്തി, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ സർവൈവർ അല്ല, നിങ്ങളൊരു പോരാളിയാണ്, ഒരു മോട്ടിവേഷനാണ്, ഒരു പ്രചോദനമാണ് ഇനിയുള്ള തലമുറയ്ക്ക്. ക്യാൻസർ നിങ്ങളുടെ മുന്നിൽ തോറ്റതാണ്, ക്യാൻസർ നിങ്ങളുടെ മുന്നിൽ തോറ്റുപോയതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പക്ഷേ ഈ ഇൻ്റർവ്യൂ കാണുന്ന പല ആൾക്കാരും അങ്ങനെ തന്നെ കരുതുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ മുന്നിൽ ക്യാൻസർ എന്നല്ല, ഇനി ആരും വരില്ല, തോറ്റു പോവുകയുള്ളൂ എന്നുള്ളത്. ലൈഫിൽ എനിക്കറിയാം ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും. ഇനിയൊക്കെ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു ഡ്രീം എന്തായിരിക്കും? അങ്ങനെ ചോദിച്ചാൽ ആദ്യം ഞാൻ ലൈഫിൽ ഭയങ്കര സിൻസിയറായ ഒരു വ്യക്തിയാണ്. ഞാൻ ഒരാളടുത്ത് ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നെങ്കിൽ ഞാനത് സിൻസിയറായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ആരെടുത്തായാലും. പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും പല രീതിയിലുള്ള സ്വഭാവങ്ങൾ കാണും, പലർക്കും പല നെഗറ്റീവ്സും പോസിറ്റീവ്സും പല സ്വഭാവങ്ങൾ കാണും. പക്ഷെ നമ്മളവരോടുള്ള എങ്ങനെ പെരുമാറുന്നു എന്നുള്ള കാര്യം മാത്രമേ നമ്മൾ നോക്കേണ്ടിയുള്ളൂ. അപ്പോഴ് ഞാൻ എല്ലായിടത്തും വളരെ സിൻസിയറാണ്, ഞാൻ വളരെ പോസിറ്റീവാണ്. എന്നെക്കൊണ്ട് എനിക്ക് മുന്നേ ടൈമിൽ ഇപ്പോഴും എന്നെക്കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഞാനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. എനിക്ക് അങ്ങനെയൊക്കെയുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ട്. പിന്നെ എനിക്ക് ഇനി എന്ത് ഫ്യൂച്ചറിൽ വേണം, അല്ലെങ്കിൽ ഞാൻ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിച്ചാലും എനിക്ക് മനസ്സമാധാനമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോയാൽ മതി. എനിക്ക് നല്ലൊരു ജോബ് വേണം, എനിക്ക് ജോബ് വേണം, ഏൺ ചെയ്യണം. കാരണം എന്തുണ്ടാവും ഫ്യൂച്ചറിനൊന്നും പറയാൻ പറ്റില്ല. കാരണം ആ സമയത്ത് ഞാൻ പിന്നെയും കിടന്ന് നെട്ടോട്ട് ഓടേണ്ടി വരും. സോ പൈസ എനിക്ക് പലരും പറയും, മോനെ അവരുണ്ട്, അതൊന്നും ഒരു കാര്യമല്ല. നമുക്ക് പൈസയാണ് അൾട്ടിമേറ്റ്. പൈസ ഇല്ലെങ്കിൽ ആരും ഇല്ലടോ, പൈസ ഇല്ലെങ്കിൽ ആരും ഇല്ല. സിറ്റുവേഷൻസിൽ പൈസയാണ് കൊടുക്കേണ്ടത്. ആൾക്കാർ സ്നേഹമുണ്ട്, അതുകൊണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് കൊടുക്കേണ്ട സ്നേഹം കൊടുത്ത് ആരും മേടിക്കത്തില്ല. ആ സമയത്ത് പൈസയാണ് ഞാൻ കൊടുക്കേണ്ടത്. അപ്പം സ്നേഹത്തിന്റെയും വന്നതിന്റെയും പോയതിന്റെയും കണക്കും പറഞ്ഞിട്ട് നിൽക്കുന്നവർക്ക് അതിനേ സമയം ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ പൈസയ്ക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നതും മുന്നോട്ട് സ്ട്രഗിൾ ചെയ്യുന്നതിന്റെ ഒരു ഇത് നമുക്കേ അറിയൂ. അപ്പം ഞാൻ പറയുന്നത്, എനിക്കൊരു ജോബ് വേണം, എനിക്ക് പറ്റുന്ന, എനിക്കിപ്പം
സത്യത്തിൽ ജോബ് കിട്ടി ഞാൻ വളരെ ഹാപ്പി ആയിട്ട് പോയാണ്. എൻ്റെ ഈ ഒരു ഹെൽത്ത് കണ്ടീഷൻ കൊണ്ട് മാത്രമാണ് എനിക്ക് അതിനകത്ത് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് നല്ലൊരു സാലറി നല്ലൊരു പാക്കേജിൽ ഞാൻ പോയാണ്. അപ്പം ഞാൻ പറഞ്ഞ എനിക്ക് കേരളത്തിലായാലും ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടായാലും എനിക്കൊരു ജോബ് തരുവാണെങ്കിൽ ഞാനതൊരു ഭയങ്കര ഞങ്ങൾക്ക് അത് മാത്രമേ അപേക്ഷയുള്ളൂ. ഒരു ഓഫീസ് റിലേറ്റഡ് എന്ത് ജോബ് ചെയ്യാനും ഞാൻ വില്ലിംഗ് ആണ്. ഞാൻ ഇത്രയും പഠിച്ചിട്ടുള്ളതാണ്. MSc പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഓഫീസ് വർക്ക് എന്തായാലും ഞാൻ ചെയ്യാൻ റെഡിയാണ്. ഒരു ഫീൽഡ് പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം ഒരു ജോബ് വേണം, പൈസ ഉണ്ടാക്കണം, സമാധാനമായിട്ട് മുന്നോട്ട് പോകണം. അത്ര തന്നെ സമാധാനമായിട്ട് ജീവിക്കുന്ന അത്രയും കാലം ജീവിക്കണം സന്തോഷമായിട്ട്. എന്തായാലും അങ്ങനെ സംഭവിക്കട്ടെ. ഈ വീഡിയോ ഞങ്ങളുടെ വീഡിയോ കാണുന്ന 10 പേരെ കണ്ടിട്ടുള്ളൂ, അതിൽ ഒരാൾക്കെങ്കിലും ഇദ്ദേഹത്തിന് ഒരു ജോലി കൊടുക്കാൻ പറ്റിയാൽ അത് എന്ത് ജോലിയാണെങ്കിലും അദ്ദേഹം ചെയ്യാൻ റെഡിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ജോലി കൊടുക്കുക എന്നുള്ള എൻ്റെ ഒരു റിക്വസ്റ്റാണ്. എന്തിരുന്നാലും നന്മകൾ വരട്ടെ, പ്രാർത്ഥനകൾ എന്നും കൂടെ ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.